എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലായത് ബുദ്ധ, കളങ്കാവൽ, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഇത്തിരി നേരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഇത്തിരി നേരം സ്വന്തമാക്കിയത്. റോഷൻ മാത്യു ആണ് സിനിമയിലെ നായകൻ. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ ഇന്ന് സൺ നെക്സ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്ത വീക്ക് ആമസോൺ പ്രൈമിൽ വേല സിനിമ റിലീസാക്കിയേക്കും. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകനായ സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വരാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ ആമസോൺ പ്രൈമിലും സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഗെറ്റ് സെറ്റ് ബേബിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. അതുപോലെ നിഖില വിമലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരുപാട് പേര് ഈ സിനിമയുടെ OTTക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പുഷ്പ സിനിമയുടെ ഒരു മോഡലിലാണ് വിലായത് ബുദ്ധ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചന്ദനകടത്തിന്റെ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൃഥ്വിരാജാണ് വിലായത് ബുദ്ധ സിനിമയിൽ നായകൻ. തിയേറ്ററുകളിൽ 3 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ലേഖ അനുഭവപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് വിലായത് ബുദ്ധ പരാജയപ്പെട്ടത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ അടുത്ത വീക്ക് വിലായത് ബുദ്ധ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തൊരു അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കളങ്കാവൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിനായകൻ മമ്മൂട്ടിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളങ്കാവലിൻ്റെ OTT ഇപ്പോൾ സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കളങ്കാവൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിനായകൻ മമ്മൂട്ടിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളങ്കാവലിൻ്റെ OTT ഇപ്പോൾ സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ആൻഡ്രിയ കെവിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം ഇപ്പോൾ C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കിച്ച സുദീപ് നായകനായ സിനിമയാണ് മാർക്ക്. ഇതൊരു കന്നഡ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് മാർക്ക് സിനിമ നേടിയെടുത്തത്. ഈ മാർക്ക് എന്ന സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അഖണ്ഡ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാൻറ്റസി ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണ് അഖണ്ഡ 2. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജനുവരി മാസം 9-നാണ് അഖണ്ഡ 2ൻ്റെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.